Hi, myself CA Aravind VS, Faculty for Taxation at III Commerce Academy. So III Commerce Academy, ഇപ്പോൾ കഴിഞ്ഞ CMA CAT എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീകോഡിംഗ് സീരീസ് കണ്ടക്ട് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ടുഡേ വി ആർ ഡിസ്കസിങ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. ഇത് നമുക്ക് അറിയാം മൊത്തം 200 മാർക്കിനുള്ള എക്സാമിനേഷനാണ്. സോ നമുക്ക് പാസ്സാവാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 50%, അതായത് 100 മാർക്കാണ് നമുക്ക് പാസ്സാവാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് കാറ്റിൽ 3 ഏരിയയാണ് പ്രധാനമായും വരുന്നത്. ഒന്ന് ഈ അക്കൗണ്ടൻസി, അതുപോലെ തന്നെ ലോ, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ ടാക്സേഷൻ നിയമങ്ങളുടെ ബേസിക്സ് ആണ്. ടാക്സ് ഏരിയ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സോ എക്സാമിനേഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. സോ ഇത്തവണത്തെ എക്സാം നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് 50 ക്വസ്റ്റ്യൻസ് ആണ് വരിക, 50 മാർക്കിന്. ഇതിൽ ഇപ്പോൾ നമുക്ക് എക്സാമിന് ചോദിച്ച 50 ക്വസ്റ്റ്യൻ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ഒരു ചെറിയ സ്റ്റഡി മെറ്റീരിയൽ. ആ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ് ഈ 50 ക്വസ്റ്റ്യനിൽ നിന്ന് മോർ ദാൻ 45 ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ തവണത്തെയും പോലെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് പുറത്തുനിന്നും ചോദിക്കാറുണ്ട്. സോ ഇത്തവണ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർമീഡിയറ്റ് റെഫറൻസ് ക്വസ്റ്റ്യൻസും അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് മെറ്റീരിയൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാം തന്നെ പൂർണ്ണമായും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെയാണ്. സോ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ കഴിയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ എക്സാമിനേഷന് ചോദിച്ചിരുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എക്സാമിനേഷൻ ഒരു അത്ര സിമ്പിളായിട്ടുള്ള എക്സാമിനേഷൻ അല്ല, എന്നാൽ അതേസമയം ഒരു സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ആൾക്കാർക്ക് പാസ്സാക്കാൻ കഴിയും. പഠിച്ചിട്ടുള്ള ആൾക്ക്, പഠിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക്, പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് തന്നെയാണ്. കാറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തീരെ സിമ്പിളും അല്ല, എന്നാൽ അതേസമയം തന്നെ വലിയ ഡിഫിക്കൽട്ടും ആയിരുന്നില്ല. സോ ലെറ്റ് സ്റ്റാർട്ട്. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ 4 ഓൾട്ടർനേറ്റീവ്സ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവി ആൻഡ് കളക്ട് GST? ഇന്ത്യൻ ഭരണഘടനയിൽ GST ചുമത്തുവാനുള്ള അധികാരത്തെപ്പറ്റി ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആർട്ടിക്കിൾ 246A. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. 2, ദി ഐഡിയ ഓഫ് മൂവിങ് ടുവേർഡ്സ് GSTയിലേക്ക് മാറുവാനുള്ള ഐഡിയ വാസ് ഫസ്റ്റ് മൂട്ടഡ് ബൈ ദി ദെൻ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ഇൻ ഹിസ് ബഡ്ജറ്റ്. നമുക്കറിയാം GSTയെ പറ്റി നമ്മുടെ രാജ്യം ചിന്തിച്ച് തുടങ്ങുന്നത് ഇൻ ഏർലി 2000-ലായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ GSTയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത്, അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നത്. പക്ഷേ GST ആദ്യമായിട്ട് ഒരു ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റിലേക്ക് GST കടന്നു വരുന്നത് ഏത് വർഷമാണ്? അത് നമ്മുടെ മെറ്റീരിയൽ തന്നെ ഉണ്ട്. ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ 2006-07 ആദ്യമായിട്ട് ഇത് വരുന്നത്. അന്ന് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ P. ചിദംബരം ആയിരുന്നു. മൂന്നാമത്തെ ചോദ്യം, വെൻ ഓപ്റ്റിംഗ് ഫോർ കോമ്പോസിഷൻ സ്കീം അണ്ടർ GST, എ ടാക്സ് പെയർ വിൽ റിക്വയർ ടു ഫയലിംഗ് സമ്മറൈസ്ഡ് റിട്ടേൺ ഓൺ. ഇൻഫാക്റ്റ് നമ്മൾ കാറ്റിനെ പറ്റി പറയാറുണ്ട്. കാറ്റ് കുറച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള GST നിയമങ്ങളായിരിക്കില്ല നമ്മുടെ എക്സാമിനേഷന് ചോദ്യം, കുറച്ച് പിറകിലാണ് അതിൻ്റെ സിലബസ് അപ്ഡേഷൻ. GST നിയമത്തിൻ്റെ പ്രത്യേകത ഇത് വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ആനുവലി ഒരു റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ മെറ്റീരിയലിൽ പഴയ രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ള GSTR 4 ക്വാർട്ടർലി ഫയൽ ചെയ്യണം എന്നാണ് നമ്മുടെ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്നത്. സോ മെറ്റീരിയലിനെ ബേസ് ചെയ്താണ് നമുക്ക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആൻസർ കൊടുക്കേണ്ടത് ഏതാണ്? ക്വാർട്ടർലി. പക്ഷെ ഇപ്പോൾ യഥാർത്ഥ നിയമം എന്ന് പറയുന്നത് ആനുവലി ഒരു തവണയാണ് ഫയൽ ചെയ്യേണ്ടത്. അത് ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് ഏപ്രിൽ മാസം 30 അത് കഴിഞ്ഞ് 2024-25 മുതൽ അത് ഏപ്രിൽ മാസം 30 എന്നുള്ളത് ജൂൺ മാസം 30 മാറ്റിയിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എക്സാമിനേഷന് നമ്മൾ കൊടുക്കേണ്ട ആൻസർ ക്വാർട്ടർലി ബേസിസ്, അതാണ് നമ്മുടെ മെറ്റീരിയലിൽ കൊടുത്തിരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ വിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സോ നെഗറ്റീവ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസസിനും വേണ്ടി നമ്മൾ മുടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരിക്കലും പറ്റത്തില്ല. ഇവിടെ നെഗറ്റീവ് ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്, സെക്ഷൻ 17(5) ഓഫ് CGST ആക്ട്. സോ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ.
നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയില്ല. ഈസ് അവൈലബിൾ, മേ ബി അവൈലബിൾ, ഇതൊക്കെ തെറ്റാണ്. ഓൾ ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട് വുഡ് ബി റെക്കോർഡഡ് ഇൻ. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ വിവരം നമുക്ക് എവിടെ നിന്ന് അവൈലബിൾ ആണ്, എവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും? ഇലക്ട്രോണിക്സ് ക്രെഡിറ്റ് ലെഡ്ജറിൽ നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുക. ക്രെഡിറ്റ് ലെഡ്ജർ ഈസ് ദി കറക്റ്റ് ആൻസർ. ആർ ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR1. എഗെയിൻ ഞാൻ പറഞ്ഞു, GSTR1 ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിനെ പറ്റി നമ്മുടെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് അപ്ഡേറ്റഡ് അല്ല. പക്ഷെ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന വെച്ചാണ് നമ്മൾ ആൻസർ പറയുന്നതെങ്കിൽ അത് നമ്മുടെ ആൻസർ വരുന്നത് 11th of next month ആണ് നമ്മുടെ 7. ദ ടേം സപ്ലൈ ഇൻക്ലൂഡ്സ് സെയിൽ, ട്രാൻസ്ഫർ, ഓൾ ഓഫ് ബാർട്ടർ, ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. സപ്ലൈ എന്ന് പറയുന്നതിനകത്ത് വിൽപ്പന, കൈമാറ്റം, ബാർട്ടർ സിസ്റ്റം, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് ഷാൽ ബി ട്രീറ്റഡ് നീദർ ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ ആസ് സപ്ലൈ ഓഫ് സർവീസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആക്ടിവിറ്റിയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടോ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടോ കണക്കാക്കാൻ കഴിയാത്തത്? ആൻസർ ഈസ് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലീസ് ഓഫ് ലാൻഡ് സർവീസാണ്, റെന്റ് ഓഫ് ബിൽഡിംഗ് സർവീസാണ്. ഓൾ ഓഫ് ദി എബവ് തെറ്റാണ്. ഇഫ് നോട്ട് എക്സീഡിംഗ് ഡാഷ് ഇൻ വാല്യൂ ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ ബൈ ആൻ എംപ്ലോയർ ടു എംപ്ലോയി ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. ഒരു എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അത് സപ്ലൈ ആകുമോ എന്നുള്ളതാണ് ചോദ്യം. ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ആയി കണക്കാക്കണം എന്ന് തന്നെയാണ്. പക്ഷെ 50,000 രൂപ വരെയുള്ള ഗിഫ്റ്റിന് എന്തില്ല? സപ്ലൈ ആയി കണക്കാക്കേണ്ട ആവശ്യം. ഇതിന് മേളിൽ GST ആപ്ലിക്കബിൾ അല്ല. സോ 50,000 ആണ് കറക്റ്റ് ആൻസർ. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗുഡ്സ് മാനുഫാക്ചറർ ഈസ് നോട്ട് അലൗഡ് ടു ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം? താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നവർക്കാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? പാൻ മസാല പറ്റത്തില്ല, ഐസ്ക്രീം പറ്റത്തില്ല, ടോപ്പിക്കൽ ആൻഡ് മാനുഫാക്ചർഡ്, അത് ടൊബാക്കോ എന്നാണ് കേട്ടോ, ആൻഡ് മാനുഫാക്ചർഡ് ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓൾ ഓഫ് ദി എബവ്. ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. ഈ പറയുന്ന ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്കും കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു ഡാഷ് ഇഫ് VRS ഈസ് പെർ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻ. ഈസ് ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻ. ആൻസർ ഈസ് 5 lakh. 5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് VRSന് എക്സംഷൻ കിട്ടും. 12. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? കസ്റ്റംസിൽ നിന്നുള്ള ചോദ്യമാണ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി വൺസ് ഇമ്പോസ്ഡ് ഈസ് വാലിഡ്. നോട്ട് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സേഫ് ഗാർഡ് ഡ്യൂട്ടി നമുക്ക് ഇമ്പോസ് ചെയ്താൽ 4 വർഷത്തേക്കാണ് അത് വാലിഡ് ആവുക. അത് 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഈസ് പ്രോഡക്റ്റ് സ്പെസിഫിക്. അത് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ് ടു 200 days. കറക്റ്റാണ്. Anti-dumping duty and safeguard duty are considered for calculating IGST. Correct. So the first answer is the right answer. Safeguard duty once imposed is valid എന്നുള്ളതാണ്. Valid for permanently valid എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 13. Consider the following statements. GST will help create a unified common national market for India, giving a boost to foreign investment and Make in India campaign. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് UTGST ഈസ് അലൗഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് CGST. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്, തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, തെറ്റാണ്. ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്, തെറ്റാണ്. ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സോ ദ ആൻസർ ഈസ് D. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് ഇഫക്റ്റ് ഫ്രം. എപ്പോൾ മുതലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്? നമ്മുടെ റിപ്പബ്ലിക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 26 January 1950. ഡാഷ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് GSTS അല്ല GSTN ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. GSTN വുഡ് ഫോം ക്വാറം ഇൻ ദ മീറ്റിംഗ്. എത്ര പേര് വരുമ്പോഴാണ് GSTN-ന്റെ ക്വാറം തികയുക? നമുക്കറിയാം 1/2. ആദ്യ മെമ്പേഴ്സ് പങ്കെടുത്താൽ മാത്രമേ ക്വാറം തികയുള്ളൂ. 16. ക്രെഡിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ്. എപ്പോഴാണ് നമുക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? 1. ടാക്സ് ഇൻവോയ്സ് ഈസ് ഫൗണ്ട് ടു എക്സീഡ് ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് പേയബിൾ. കറക്റ്റാണ്. ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ ദ സപ്ലയർ. കറക്റ്റാണ്. റെസിപ്പിയൻറ്റ്. കറക്റ്റാണ്. ഗുഡ്സ് ഓർ സർവീസസ് ആർ ഫൗണ്ട് ടു ബി ഡെഫിഷ്യൻറ്റ്. കറക്റ്റാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. A lady passenger is residing in abroad more than 1 year. On return to India, how much value of jewelry allowed to her on duty-free clearance? അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 40 ഗ്രാം വരെ കൊണ്ടുവരാം, പക്ഷേ വാല്യൂ ക്യാപ്പ് 1 ലക്ഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. 18. ഗുഡ്സ് ബിക്കം ലയബിൾ ടു ഡാഷ് വെൻ ദർ ഈസ് ഇമ്പോർട്ട് ഇൻ ടു ഇന്ത്യ. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും, കസ്റ്റംസ് ഡ്യൂട്ടി. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. GST ഈസ് ആപ്ലിക്കബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്.
Import of service is treated as interstate supply. കറക്റ്റാണ്. ആൻഡ് ഈസ് നോട്ട് സബ്ജക്ട് ടു IGST. അത് തെറ്റാണ്. നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ IGST വരും. സോ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. GST is based on the principle of destination based consumption tax. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഈസ് ലെവിഡ് ഓൺ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 20. A and Co, a firm was dissolved and its GST registration was cancelled on 31/8/2023. What is the time limit within which A and Co must file a final return? ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ 3 മാസത്തെ സമയമാണ് നമുക്കുള്ളത്. സോ 31/8 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അത് ഓഗസ്റ്റാണ്. ഓഗസ്റ്റാണ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. സോ നവംബർ 30 വരെ സമയമുണ്ട്. അണ്ടർ GST ലോ, വെൻ ഗുഡ്സ് ആർ ഡെസ്പാച്ച്ഡ് അതർ ദാൻ ഓവർ ഡയമെൻഷണൽ കാർഗോ. അതർ ദാൻ ഓവർ ഡയമെൻഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലായിട്ട് ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊന്നുമില്ല, വലിയ കണ്ടെയ്നറുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വാഹനങ്ങളൊന്നുമല്ല, സാധാരണ ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. ടു എ ഡെസ്റ്റിനേഷൻ ഈസ് 290 കിലോമീറ്റർ ഫ്രം ദ പ്ലേസ് ഓഫ് ഡെസ്പാച്ച്. ഇ-വേ ബിൽ ജനറേറ്റഡ് ഈസ് വാലിഡ് ഫോർ. ഇ-വേ ബില്ലിനെ പറ്റി വിശദമായിട്ട് നമ്മുടെ സിലബസിന്, നമ്മുടെ മെറ്റീരിയലിനകത്ത് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെയും ചോദിക്കാറുണ്ട്. ഇത് ഒരുപക്ഷെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. 2 days ആണ് നമുക്ക് ആൻസർ. നോർമലി 200 കിലോമീറ്ററിനാണ് നമുക്ക് ഒരു ദിവസം. അതർ ദൻ ഓവർ ഡയമെൻഷണൽ കാർഗോ ഇപ്പോൾ 290 ആണ്. ഇപ്പോൾ 200 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം ഇ-വേ ബില്ല്, വാലിഡ് ആയിട്ടുള്ള ഇ-വേ ബില്ല് ഉപയോഗിക്കാനായിട്ട് പറ്റും. വെൻ ഗുഡ്സ് ആർ ത്രോൺ ഇൻ ടു ദ സീ ടു ലൈറ്റൻ ദ ഷിപ്പ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സിങ്കിങ്. ഓക്കെ, അപ്പോൾ ഷിപ്പിൽ നിന്ന് ഗുഡ്സ് പുറത്തേക്ക് കളയുന്നു ഷിപ്പിൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ, കടലിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ലോഡ് കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ ഷിപ്പിൽ നിന്ന് നിലവിലുള്ള കണ്ടെയ്നറുകൾ പുറന്തള്ളും. ഇങ്ങനെ പുറന്തള്ളുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെറ്റ്സം. ഓക്കെ, ഇത് പൊങ്ങിക്കിടക്കും, ഫ്ലോട്ട്സം, ജെറ്റ്സം, ഫ്ലോട്ട്സം എന്ന് നമ്മൾ പറയും. കറക്റ്റ് വാക്ക് ജെറ്റ്സം. പേഴ്സൺ ഇൻ ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിൻ്റെ പേഴ്സൺ നമ്മൾ പൈലറ്റ് എന്ന് പറയുമല്ലോ, മാസ്റ്റർ എന്നാണ് പറയുക. അത് ഷിപ്പിൻ്റെ കാര്യത്തിലാണ്. കമാൻഡറാണ് കറക്റ്റ് ആൻസർ. ഗാർഡ് ട്രെയിനിൻ്റെ കാര്യത്തിലാണ്. ഡ്രൈവർ മോട്ടോർ വെഹിക്കിളിൻ്റെ കാര്യത്തിൽ. 24. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 9 ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് ഷാൽ ബി ഇൻ ഫോഴ്സ് ഫോർ എ പീരീഡ് ഓഫ് 2 year, 3 year, 8 year. ആൻസർ കറക്റ്റ് ആൻസർ 5 years ആണ് ഉണ്ടാവുക. ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ്, ഇൻകം ടാക്സിൽ നിന്നുള്ള ചോദ്യമാണ്. ഈസ് എക്സംപ്റ്റ് അപ് ടു 300 per month per child up to a maximum of 2 children. 100 per annum തെറ്റാണ്. 300 per month for 2 children. 300 per month per child for 2 children maximum. അതാണ് കറക്റ്റ് ആൻസർ. ദ ആൻസർ ഈസ് സി. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഫോർ റിപ്പയർസ് ഇൻ കേസ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻട്രസ്റ്റ് ആണ്, റിപ്പയർസിന് വേണ്ടിയിട്ടാണ്, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്. സോ ദ ഡിഡക്ഷൻ ഈസ് അപ് ടു 30,000 ഈസ് ദി കറക്റ്റ് ആൻസർ. ദ ആൻസർ ഈസ് ബി. ഇൻ കേസ് ഓഫ് പ്രൊഫഷണൽ ഇൻകം, അക്കൗണ്ട്സ് ഹാവ് ടു ബി ഓഡിറ്റഡ് ഇഫ് ഗ്രോസ് റെസീറ്റ്സ് എക്സീഡ്സ് 50. പ്രൊഫഷണൽ ഇൻകം ഉള്ള ആൾക്കാർ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യിപ്പിക്കേണ്ടത് എപ്പോഴാണ്? അവരുടെ മൊത്തം വരവ് 50 ലക്ഷത്തിന് മേളിൽ പോകുമ്പോഴാണ്. ഇഫ് ഇമ്പോർട്ടർ ഡു നോട്ട് ഫയൽ ബിൽ ഓഫ് എൻട്രി വിത്തിൻ ഡാഷ് ഓഫ് അറൈവൽ ഓഫ് ഗുഡ്സ് 30 days. The custodian of cargo can resell the goods after obtaining necessary permission from the customs. So 30 ദിവസത്തിനുള്ളിൽ നമ്മളത് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റോഡിയന് അത് വിൽക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും. എക്സ്പാൻഡ് LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ഡാഷ് മീൻസ് the area of custom station and includes any area in which imported goods or export are ordinarily kept before clearance. Customs area. ഡാഷ് ചെല്ലാൻ അലൗസ് ഷിഫ്റ്റിംഗ് ഓഫ് എമൗണ്ട് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെജർ. കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യമാണ് കാറ്റ് ലെവലിൽ. സോ നമ്മൾ ഹെഡ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോം ഏതാണ് എന്നുള്ളതാണ് GST PMT09. ഇത് മേ ബി ശരിയാവണമെന്നില്ല, നമ്മൾ ഇതൊക്കെ ഇൻ്റർ ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. കുഴപ്പമില്ല, നമ്മൾ കയറി നമ്മുടെ റിസൾട്ടിനെ ബാധിക്കത്തൊന്നുമില്ല. എവറി ടാക്സ് പെയർ അസൈൻഡ് എ. സിമ്പിളായിട്ടുള്ള ചോദ്യം, പാടുള്ള ചോദ്യം വന്നപ്പോൾ അടുത്ത എളുപ്പമുള്ളൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. So it is a 15-digit PAN-based GSTIN. GSTIN എത്ര ഡിജിറ്റ് ആണ്? 15 ഡിജിറ്റ്. Which of the following is not included relating to value of supply? താഴെ കൊടുത്തിരിക്കുന്നതിൽ വാല്യൂ ഓഫ് സപ്ലൈക്കകത്ത് ഉൾപ്പെടുത്താത്തത് എന്താണ്? ഗവൺമെൻറ് സബ്സിഡി, സബ്സിഡി ലിങ്ക്ഡ് ടു സപ്ലൈ, ഓൾ ഇൻസിഡൻറ്റൽ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു സെയിൽസ് ഫോർ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ ഓഫ് പെനാൽറ്റി. ആൻസർ ഈസ് ഗവൺമെൻറ് സബ്സിഡി. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡികൾ നമ്മൾ വാല്യൂവിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. മറ്റ് സബ്സിഡികൾ ഉൾപ്പെടുത്തണം. ഇൻസിഡൻറ്റൽ എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡിലേഡ് പേയ്മെൻറ്റ് നമ്മൾ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ആയിട്ട് കിട്ടി അതും ആഡ് ചെയ്യണം. 34. ഇൻകം ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ബൈ.
സെൻട്രൽ ഗവൺമെൻറ്. ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ടാക്സബിൾ. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വർഷത്തെ പ്രീവിയസ് ഇയർ എന്നും അത് അസസ് ചെയ്യുന്ന വർഷത്തെ നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്നാണ് നമ്മളതിനെ പറയുക. സിമ്പിളായിട്ടുള്ള ചോദ്യം. IGST ഈസ് പേയബിൾ വെൻ സപ്ലൈ ഈസ് ഇൻ്റർ സ്റ്റേറ്റ്. ഗുഡ്സ് അണ്ടർ കസ്റ്റംസ് ആക്ട് ഇൻക്ലൂഡ് വെസൽസ്, എയർക്രാഫ്റ്റ്, വെഹിക്കിൾ, സ്റ്റോർ, ബാഗേജ്, ഓൾ ഓഫ് ദി എബോവ്. ഇതിനെല്ലാം കസ്റ്റംസ് നിയമപ്രകാരം ഗുഡ്സായി തന്നെയാണ് കണക്കാക്കുക. വിന്നിങ്സ് ഫ്രം ലോട്ടറി, കാർഡ് ഗെയിംസ് ആർ ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ്, മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, 30%. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് പ്യുവർലി ടെമ്പററി സ്ട്രക്ചർ. ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്താൽ 40% ഡിപ്രീസിയേഷൻ. വാട്ട് ഈസ് ദ മാക്സിമം എക്സംഷൻ ലിമിറ്റ് ഇൻ കേസ് ഓഫ് നോൺ ഗവൺമെൻറ് എംപ്ലോയി ഫോർ ലീവ് എൻകാഷ്മെൻറ്റ്? സോ അതും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അപ്ഡേറ്റഡ് അല്ല. ഇപ്പോൾ 25 ലക്ഷമാണ്, പക്ഷേ അത് നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ച് 3 ലക്ഷമാണ് കറക്റ്റ് ആൻസർ. ഫോർ അണ്ടർസ്റ്റാൻഡിങ് പ്ലേസ് ഓഫ് സപ്ലൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്? സോ സപ്ലൈ നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റും അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മസ്റ്റ് തന്നെയാണ്. അതായത് ഈ പ്ലേസ് അതൊരു ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ, ചില സർവീസുകളുടെ പ്ലേസ് ഓഫ് സപ്ലൈ വരുന്നത് ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ആണ്. ചില സർവീസുകളുടെ കാര്യത്തിൽ നമ്മൾ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ നമ്മൾ എടുക്കാറുണ്ട്. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബോത്ത് എ ആൻഡ് ബി തന്നെയാണ്. എക്സ്പെൻഡിച്ചർ ഇൻ ക്യാഷ് പേയ്മെൻറ്റ് ഈസ് അലൗഡ് അപ് ടു 10,000. 10,000 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാം. 10,000 രൂപയ്ക്ക് മേളിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. Maximum rate of surcharge in case of long-term capital gain under 112A is 15%. If assessee fails to make a return or revise return or fails to comply with a notice issued by assessing officer, then AO may make an assessment named best judgment assessment. A super senior citizen's income is exempt up to 5 lakh. Simple ചോദ്യം. State which of the following cases transaction value may be rejected by the appropriate customs authority. So transaction വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അസസബിൾ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക, കസ്റ്റംസ് ഡ്യൂട്ടി കമ്പ്യൂട്ട് ചെയ്യുക. പക്ഷെ അത് റിജക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ബയർ ആൻഡ് സെല്ലർ ആർ റിലേറ്റഡ്. ഉറപ്പായിട്ടും ബയറും സെല്ലറും റിലേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ അവർക്ക് റിജക്റ്റ് ചെയ്യാം, ആ ട്രാൻസാക്ഷൻ വാല്യൂവിനെ റിജക്റ്റ് ചെയ്യാം. ദർ ഈസ് റെസ്ട്രിക്ഷൻ ആസ് ടു ഡിസ്പോസിഷൻ ഓർ യൂസ് ഓഫ് ഗുഡ്സ് ബൈ ദി ബയർ. അതും ഒരു കാരണം തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. അഗെയിൻ വൺസ് അഗെയിൻ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലെറ്റ്സ് സി. GSTR 6 shall be filed by input service distributor. In case goods disposed by way of free sample, goods നമ്മൾ ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സപ്ലയർ cannot claim ITC. സപ്ലയർക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതൊരു ബ്രോക്കർ ക്രെഡിറ്റിന് തുല്യമാണ്, ബ്രോക്കർ ക്രെഡിറ്റ് ആണ്. മിസ്റ്റർ പാൻ ഈസ് എൻഗേജ്ഡ് ഇൻ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ. His income from his activity is 1,40,000. His agriculture income income വരുമ്പോൾ 1,40,000-ൻ്റെ 60% ആണ് നമ്മൾ എടുക്കേണ്ടത്. that will come around to 84,000. So 84,000 ഉണ്ടോ? ഉണ്ട്, 84,000. So that is the correct answer. Where transport charges is not available. The transport charges is not available for ascertaining the assessable value for customs duty. Percentage of FOB value to be taken is നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രൈറ്റ് ചാർജ് നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്തെടുക്കും? കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റംസ് FOBയുടെ 20% ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ, 20%. സോ മെജോറിറ്റി ക്വസ്റ്റ്യനും നമ്മുടെ മെറ്റീരിയലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നല്ല മാർക്കോടുകൂടി CAT എക്സാമിനേഷൻ നിങ്ങൾക്ക് പാസ്സാക്കാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.